ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ചിരിക്കൊന്നും വേണ്ട. ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇതിന്റെ മാവരച്ചത് താനല്ലേ. ഇതൊന്ന് ഞാൻ ഇളക്കിട്ട് തന്നെ കാര്യം. ആ പേടിയും ഉൾക്കണ്ടയും കൂടി. പക്ഷെ എന്റെ പേടി ഉൾക്കണ്ടയൊക്കെ ദിവസങ്ങൾ കൊണ്ട് താൻ തീർത്തു. താനവന്റെ പെറ്റമ്മ തന്നെയാ. ഒരു സ്ത്രീ പ്രസവിക്കുന്നതിലോ കുഞ്ഞിന് പാലൂട്ടുന്നതിലോ അല്ല, സ്നേഹം കൊടുത്ത് സ്നേഹം തിരിച്ചു വാങ്ങുമ്പോഴാണ് ശരിക്കൊരമ്മയാവുക. ഒരു ഭർത്താവ് ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരാൾ ജീവിതത്തിന് കൂട്ടായിട്ടുണ്ടാവുമ്പോഴാ അവളുടെ ജീവിതത്തിന് ഒരർത്ഥം വരുന്നത്. ഞാൻ അക്കാര്യത്തിലും ഭാഗ്യവതിയാ. നന്ദേട്ടന്റെ ഈ കൈ പിടിച്ചപ്പോ എന്റെ മറുകൈ നവീന്റെ കുഞ്ഞു വിരലിലുണ്ടായിരുന്നു. അച്ഛനും മോനും തരുന്ന സ്വർഗത്തിൽ തന്നെയാ ഞാനിപ്പോ. സുമിത്രേ, തിരുമേനി എന്താ അടിയന്തരമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സിദ്ധൻ ഒരു യാത്രയിലാണ്. ഇനി തിരിച്ചു വരുന്നത് തറവാട്ടിൽ ഈ സർപ്പബലി ദിവസമായിരിക്കും. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ തിരുമേനി. ഇപ്പൊ നടക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളെ പോലെ കടുപ്പം നിറഞ്ഞ ഒന്നല്ല സർപ്പബലി. കുടുംബത്തിന് കാലങ്ങളായി ദോഷം വരുത്തുന്ന നാഗങ്ങളെ ആവാഹിക്കുന്ന ചടങ്ങാണ്. അന്ന് നടക്കുന്ന വിശേഷ പൂജയിൽ നാഗദേവതകൾ പ്രത്യക്ഷപ്പെടും. സംപ്രീതരായി നാഗശാപം മാറ്റിത്തന്ന് തിരികെ പോവുകയും വേണം. നാഗപൂജയാണ്. അതിനിടയിൽ വന്നേക്കാവുന്ന ഒരു നേരിയ പിഴവ് പോലും വ്രതമെടുത്ത പെൺകുട്ടിയുടെ ജീവൻ അപകരിക്കും. തിരുമേനി വ്രതശുദ്ധിയുള്ള കുട്ടിയാ, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറുപ്പമാണ്. അറിയാതെ മനസ്സിൽ ഒരു അവിവേകം തോന്നിപ്പോയാൽ പോലും സർപ്പബലിക്ക് മുടക്കം സംഭവിക്കാം. ശാപം അതുപോലെ തുടരും. പിഴവ് വരാതെ നോക്കിക്കോളാം. ഇനിയെങ്കിലും ഇതിൽ നിന്നൊരു മോചനം കിട്ടിയേ പറ്റൂ. അതിപ്രധാനമായ മറ്റൊരു കാര്യം, സർപ്പബലി നടക്കുന്ന ദിവസം നവീന്റെ വധുവിന്റെ കുടുംബം അവിടെ ഉണ്ടാവണം. രക്തബന്ധമുള്ളവരുടെ, പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ പ്രാർത്ഥന അതിപ്രധാനമാണ്. അന്നേ ദിവസം അവരും വ്രതം അനുഷ്ഠിക്കണം. ഒരുപക്ഷെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അവർ നടത്തുന്ന പ്രാർത്ഥനയായിരിക്കും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക. ഒപ്പം തറവാടിന്റെ ശാപമോക്ഷവും. എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. എല്ലാം വ്യക്തമല്ലേ? മനസ്സിലായി. എല്ലാവരും എത്തിക്കാം. എങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. അയ്യോ, എന്തിനാ താൻ പേടിച്ചത്? പിന്നെ ഒരു ശബ്ദം പോലും ഇല്ലാതെ ഇങ്ങനെ പിന്നിൽ വന്ന് നിന്നാലോ? താൻ കുറെ നേരമായിട്ട് ജോലിയല്ലേ, തന്നെ സഹായിക്കാന്ന് വിചാരിച്ചു വന്നതാ. അതിന് അടുക്കളപ്പണി വല്ലതും അറിയോ? താൻ എന്നെ അത്രയ്ക്ക് നിസ്സാരമായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഞങ്ങൾ ഈ ഹോസ്റ്റലൊക്കെ നിന്ന് ആമ്പിള്ളേരെ അത്യാവശ്യം പാചകമൊക്കെ അറിയുന്ന കൂട്ടത്തില്. എന്തായാലും ഇപ്പൊ എനിക്ക് സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല,
നവീന് സുഖമില്ലാത്തതുമാണ്. സുഖമായല്ലോ, പിന്നെന്താ? ഒരു കാര്യം ചെയ്യാം, ഈ ദോശ ഞാൻ ചുടാം. അയ്യോ വേണ്ട 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 വേണ്ട, ആര്യലേ കണ്ടോണ്ട് വരും. കണ്ടുവന്നോട്ടെ. ദോശ ചുടുന്നത് അത്ര മോശം കാര്യമാണോ? ഞാനിവിടെ നിൽക്കുമ്പോ നവീൻ ദോശ ചുടുകയെന്ന് പറയുന്നത് മോശം കാര്യമാണ്. എടോ, ഒരു കുഴപ്പമില്ല. സ്നേഹമുള്ള ഭർത്താവ് ഭാര്യയെ അടുക്കള ജോലിയിൽ സഹായിക്കുന്നത് സാധാരണ കാര്യമാണ്. താൻ അതിങ്ങോട്ട് തന്നെ. വേണ്ട. ഇങ്ങോട്ട് തന്നെ. അയ്യോ വേണ്ട നവീൻ, ഞാൻ പറയുന്നത് ചെയ്യാം. കേക്ക്. വേണ്ട ഹ, പ്ലീസ്. പറയുന്നത് കേക്ക്. താൻ അങ്ങോട്ട് മാറിക്കേ, മാറി നിന്ന്. അതെ, ഇനി മുതൽ എന്നും ഞാൻ തന്നെ പാചകത്തിൽ സഹായിച്ചാലോ എന്ന് ആലോചിക്കാം. അപ്പോ ഈ ബിസിനസ് കാര്യം ചെയ്യും? എടോ, അതിനൊക്കെ ഒരു സമയമില്ലേ? കുറച്ചു ദിവസം തന്റെ കൂടെ ഈ അടുക്കളയില് കുറച്ച് സമയം ചെലവഴിച്ചാലേ ബിസിനസ് കാര്യത്തില് ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും. ഇപ്പോ അടുക്കളയിൽ കയറി. ഇനി മുതല് ഇവിടെ കണ്ടുപോകരുത്, കേട്ടല്ലോ? ഒയ്യോ, ഇത് മറിച്ചിടണം. ഇങ്ങ തന്നെ താ. എടോ, അതിന് താനെന്തിനാ ഇങ്ങനെ ചാടുന്നത്? ഇത് മറച്ചിട്ട പോരെ? സത്യത്തില് പാചകം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഷേ, ഇങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാൻ ഇതൊക്കെ ചെയ്തോളാം. എടോ, അങ്ങനെയൊക്കെ വിട്ടാ പറ്റത്തില്ലല്ലോ. എടോ, കല്ലിനകത്തുനിന്ന് ഒരു ദോശ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ഇങ്ങനെ നടക്കുന്നത്? ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെ, ചിരിക്കൊന്നും വേണ്ട. ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇതിന്റെ മാവരച്ചത് താനല്ലേ. ഇതൊന്ന് ഞാൻ ഇളക്കിട്ട് തന്നെ കാര്യം. ആഹാ. അയ്യോ അയ്യോ, എന്തുപറ്റി? നോക്കട്ടെ. ഏയ്, കുഴപ്പമില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഇത് കുഴപ്പമില്ല. ആ, ഇപ്പൊ കുഴപ്പമില്ലെന്നൊക്കെ പറയും, പിന്നീട് ഇതങ്ങ് വീർത്തു കേറും. വന്നേ 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 നവീൻ, വന്നേ. വാ വാ. കുഴപ്പമില്ല. വാ നവീൻ, വാ. ഇവിടെ ഇരുന്നേ. എടോ, അതൊന്നും വേണ്ട. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? കൊച്ചുകുട്ടിയോട് കാണിക്കുന്ന കാര്യല്ലേ ഇപ്പൊ കാണിച്ചത്? അതുകൊണ്ടല്ലേ കൈ പൊള്ളിയത്? കാര്യം അടുക്കളപ്പണി നിസ്സാരാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിലും ചിലര് പെണ്ണുങ്ങളോട് അത് ചോദിക്കാൻ ചെയ്യും. നിനക്ക് അടുക്കളപ്പണി മാത്രല്ലേ ഉള്ളൂന്ന്. പക്ഷേ അതിന്റെ അകത്തോട്ട് കേറുമ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ശരി, സമ്മതിക്കുന്നു. ഞാനൊരു തർക്കത്തിനില്ല. കാണിച്ചേ കാണിച്ചേ.